ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ആദ്യ പഠന കേന്ദ്രത്തിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ പി വി സ്വാമി സാർ, ഈ ആദ്യ പഠന കേന്ദ്രം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഏറെ പ്രമുഖനായ കേരളത്തിലെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റായ ശ്രീ MG ബാബുജി സാറ്, ഇവിടെ സ്വാഗതം ആശംസിച്ച എൻ്റെ പ്രിയപ്പെട്ട AR ദിവാകരൻ സാറ്, എൻ്റെ സഹോദരിയുടെ മകളുടെ ഭർത്താവാണ്. അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണത്തിന് എത്തിയിട്ടുള്ള ശ്രീ CN തങ്കച്ചൻ സാറ്, അതുപോലെ തന്നെ ശ്രീ KT രാജേന്ദ്രൻ സാറ്, സൊസൈറ്റി ഓഫ് PRD സ്റ്റഡീസിൻ്റെ സെക്രട്ടറി, അതുപോലെ ശ്രീ സലീം ചന്ദ്രകുമാർ സാറ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് MS വിജയനർജൻ അടക്കം വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ. ബാബുജി സാർ പറഞ്ഞതുപോലെ ആദ്യ എന്ന വാക്ക്, ആ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു പ്രത്യേക ഒരു അനുഭവമാണ്. ആദ്യ ജനത അനുഭവിച്ച അവരുടെ കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും ഈ കാലഘട്ടത്തിലും പുതുതലമുറയ്ക്കും ആ കഷ്ടപ്പാടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു വാസ്തവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതാണ്. ഇത്തരം പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്ന, ഇത്തരം പ്രതിബന്ധങ്ങളിൽ പ്രതികരിക്കുന്ന കേരളത്തിലെ ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. രൂപം കൊണ്ടിട്ട് 10 വർഷം കഴിഞ്ഞതേയുള്ളൂ. ഒട്ടനവധിയായ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രസംഗങ്ങൾ മാത്രമല്ല, നേരിട്ടിടപെടുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കുകയും ചെയ്ത പ്രസ്ഥാനത്തിന്റെ ദിവസമാണ്. എനിക്ക് പ്രിയപ്പെട്ട ബാബുജി സാറിനോടൊപ്പം ഈ വേദി പങ്കിടുവാൻ, അതുപോലെ തന്നെ PV സ്വാമി സാറിനോടൊപ്പം ഈ ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്ന മാന്യം PV സ്വാമി സാറ് എപ്പോഴും ഇത്തരം കാര്യങ്ങൾ, ഈ ജനതയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണം, അതിനുവേണ്ട ചർച്ചകൾ ആവശ്യമാണ്, അത് CSDS ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കണമെന്ന് പലതവണ അദ്ദേഹം മുന്നോട്ട് അറിയിച്ചു. എന്നാൽ നല്ലൊരു അവസരം ലഭിക്കുമ്പോൾ സ്വാമി സാറിൻ്റെ ഒരു പ്രഭാഷണവും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും സംഘടിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ആ അവസരത്തിലാണ് ഇങ്ങനെയൊരു ഭാഗ്യം എനിക്കുണ്ടായത്. കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ അനുഭവിച്ചു വന്ന അടിമത്തം, ആ അടിമത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിലൂടെ നടക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല, വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമില്ല, നല്ല വസ്ത്രം ധരിക്കുവാനോ ആഭരണം ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ ഒരു കാലഘട്ടം, റോഡിലൂടെ നടക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ. ആ കാലഘട്ടങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമായും ആ അടിമത്തത്തിൽ നിന്നും ഈ കാലഘട്ടത്തിലും ഈ ജനതയ്ക്ക് മോചനം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ ദിവസം തന്നെ എന്നോട് ഒരു തമിഴ്നാട്ടിൽ നഴ്സിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ മാതാവ് എന്നോട് സംസാരിക്കുകയുണ്ടായി ഫോൺ വഴി. ആ കോളേജില് നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന ക്ലാസ്സിൽ വെളുത്ത കുട്ടികളെയും കറുത്ത കുട്ടികളെയും വേർതിരിച്ചു നടത്തി.
അവരെ വേർതിരിച്ചാണ്. വെളുത്ത കുട്ടികൾ ഒരു ഭാഗത്തും കറുത്ത കുട്ടികളെ മറുഭാഗത്തും. ഇവിടെ ഇന്ത്യയിൽ നടക്കുന്ന, തമിഴ്നാട്ടിൽ നടക്കുന്ന കാര്യമാണ് ഈ പറയും. യാതൊരു സ്വാതന്ത്ര്യമില്ല. അവിടെ ഒരു കലാപരിപാടി, അവിടുത്തെ ഒരു മത്സരങ്ങൾ, കോളേജിന്റെ കലാപരിപാടികൾ അവതരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവതരിപ്പിക്കുവാൻ വെളുത്ത കുട്ടികൾക്ക് മാത്രമേ സാധിക്കൂ. അവരുടെ സർഗാത്മകതകൾ അവർക്ക് മറ്റു വിദ്യാർത്ഥികളെ കാണിക്കുവാൻ, അവതരിപ്പിക്കുവാൻ, അവരുടെ മുന്നിൽ അവതരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം ആ കോളേജിൽ നിഷേധിച്ചിരിക്കും. ഒരു കോളേജിന്റെ മാത്രം കാര്യമാണ്. എനിക്ക് നേരിട്ട് ഇന്നലെ അറിഞ്ഞ കാര്യമായിട്ടുള്ള ഞാൻ തോന്നുന്നു. ഇത് നമ്മുടെ കേരളത്തിൽ പല പ്രദേശങ്ങളിൽ നടമാടുന്നു. നമ്മൾ ആരും പറയുന്നില്ല എന്ന് മാത്രം. ഈ അടുത്ത കാലത്ത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഈ അടുത്തിടയ്ക്ക് പ്രശ്നങ്ങൾ നമുക്ക് പറയുക, അത്തരം ഒരു വേദിയായി വലിയ ചർച്ചകൾ ഉണ്ടായി. നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവൻ, പ്രത്യേകിച്ചും നമ്മുടെ ചെറുപ്പക്കാരെയാണ് ഈ വേദിയിലേക്ക് നമ്മൾ ആകർഷ്ടരാക്കേണ്ടത്. നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവൻ ഇത്തരം ചർച്ചകളിലൂടെ വളരെ സമവായത്തിലെത്തത്തക്ക രീതിയിലുള്ള ചർച്ചകളും അതുപോലെ തന്നെയുള്ള പരിപാടികൾ, അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിലുള്ള പല വാസനകളും, എഴുത്തുകാരുണ്ട്, ചിന്തകരുണ്ട്, കവികളുണ്ട്. അവരുടെയൊക്കെ സർഗാത്മകപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കും വഴി ഈ സമൂഹത്തിനെ മുഴുവൻ നമ്മൾ നല്ല ശ്രേണിയിൽ മുന്നിലെത്തിക്കുവാൻ വേണ്ട ഒരു ശ്രമം, അതാണ് ആദ്യ പഠന കേന്ദ്രത്തിൽ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഏതായാലും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്ന ഞാൻ അത് വേണമെന്ന് സാൻസാർ പറഞ്ഞപ്പോൾ തന്നെ മള്ളുശ്ശേരിയിൽ ഒരു പരിപാടി ഇന്ന് പറഞ്ഞിരുന്നതാണ്. ഞാനത് വേണ്ടെന്ന് വെച്ചു. വേറെയാളെ ഇപ്പോൾ നമ്മുടെ ബാബുജി സാറ് ഡോക്ടർ BR അംബേദ്കറുടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വളരെ സവിസ്തരമായി പ്രതിപാദിച്ചു. വളരെ അറിവ് ലഭിക്കുന്നതാണ് ഒരു പ്രഭാഷണം. വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കും. നമുക്ക് അറിയാൻ പാടില്ല, ഈ അംബേദ്കർ എന്ന് പറഞ്ഞാൽ വലിയൊരു മഹാസാഗരം. അദ്ദേഹത്തെ പഠിച്ചാലും തീരും. ഒരുപാട് ആളുകൾ പഠിക്കുന്നത്. അതുപോലെ നമ്മുടെ ബാബുജി സാറ് അംബേദ്കറെ പറ്റി വളരെ പഠനം നടത്തി, വളരെ ഗവേഷണം നടത്തിയാണ് അദ്ദേഹത്തെ പറ്റി പ്രതിപാദിച്ചത്. അംബേദ്കറിസം നമ്മുടെ നാട്ടിൽ നടത്തപ്പെടേണ്ടത് ആവശ്യം. എന്നാൽ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന, നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അംബേദ്കറിസം നാട്ടിൽ നടപ്പിലാക്കുവാനുള്ള യാതൊരു താല്പര്യവും എങ്ങനെയെങ്കിലും ആ ഇന്ത്യൻ ഭരണഘടനയെ തിരുത്തി എഴുതുവാൻ വ്യഗ്രത കൊള്ളുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. സംവരണം മൂലം നമുക്ക് ലഭിക്കേണ്ട ഒരുപാട് ആനുകൂല്യം, അത് ഏത് രീതിയിൽ അതിനെ ഇല്ലാതാക്കണമെന്ന് ഉള്ള പഠനമാണ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകൾ വലിയ ആഴത്തിൽ, ആ ചിന്തകൾ പഠിച്ച് വലിയ ആഴത്തിലുള്ള ചിന്തകൾ നമുക്ക് ഉണ്ടാവണം. വലിയ പ്രതിരോധം നമുക്ക് തീർക്കുവാൻ സാധിക്കണം. അതിന് ഇത്തരം പഠന കേന്ദ്രങ്ങളുടെ ആവശ്യകത അത് വളരെ വലുതാണ്. ഈ പഠന കേന്ദ്രം വളർന്ന് വലുതായി നമ്മുടെ ചെറുപ്പക്കാരെയും നമ്മുടെ യുവതികളെയും യുവാക്കളെയും നമ്മുടെ പ്രായമായവരെയൊക്കെ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് പഠനകേന്ദ്രത്തിന് പ്രവർത്തകർ വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പഠന കേന്ദ്രത്തിന് എൻ്റെ വ്യക്തിപരമായ രീതിയിലും എൻ്റെ സംഘടനയുടെ പേരിലുള്ള എല്ലാ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്.